ഇന്ന് വെജിറ്റേറിയൻ അല്ല എന്ന് പറയാം. കാര്യം എന്താണെന്നോ, ഇപ്പോൾ എന്നെ കുറച്ച് എന്താ പറയുക 2-3 ദിവസം മുന്നേ കുറച്ച് കോളേജ് സ്റ്റുഡൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതായത് കുറച്ച് ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദിവസം മുന്നേ ആ സെയിം ഗ്യാങ് തന്നെ രണ്ടാമത് വിളിച്ചേച്ച് എന്നോട് പറഞ്ഞു ഈ ബട്ടർ ചിക്കൻ്റെ കംപ്ലീറ്റ് സാധനം ഞങ്ങളുടെ നിന്ന് പോയി ചേച്ചി, പക്ഷേ മറന്നുപോയിന്ന്. എന്നാൽ ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആണ്, ഈ പറഞ്ഞ പോലെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ താമസിക്കുക. അന്നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്നൊന്ന് വൈകുന്നേരം വന്നേച്ചോ ഉണ്ടാക്കാനോ എന്നതേലും ഒരു എളുപ്പ വഴി, ചേച്ചി ഉള്ളി ഒന്നും അരിയാനുള്ള നേരമില്ലാതാ ഇതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ എക്സ്ക്യൂസസ് പറഞ്ഞ സ്ഥിതിക്ക് ഈ പിള്ളേർ എന്താ പറയുക, ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമായിരിക്കും എന്നെ വിളിച്ചേച്ച് ഇതൊക്കെ പറയുന്നത്. എനിക്കതിൽ സന്തോഷമുള്ളൂ കേട്ടോ, എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പി ചെയ്യാം. നമ്മൾ ഇതിന് മുന്നേ ബട്ടർ ചിക്കൻ ചെയ്തതാണ്. ബട്ടർ ചിക്കൻ കുറച്ച് എന്താ പറയുക, നമ്മൾ ഇച്ചിരി പണിയെടുത്ത് ചെയ്തതാണ്. ഇന്ന് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാന്ന് പറയുമോ, ഉള്ളി അരിയാൻ ഇച്ചിരി പാടാ, പിന്നെ ചെയ്യാൻ പാടാ. മാത്രമല്ല ഞങ്ങൾ വൈകുന്നേരം 6-7 മണിയാവും ചേച്ചി വീട്ടിലെത്തുമ്പോൾ. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ നോക്കുന്നത്, ബ്രെഡ് കഴിച്ച് മടുത്തു, ദോശ കഴിച്ച് മടുത്തു, പിന്നെ എന്നാ പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ മേല എന്നൊക്കെ പറഞ്ഞ് കുറേ എക്സ്ക്യൂസസ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇന്നിവിടെ ഒരു എളുപ്പ വഴിയിൽ ഒരു ബട്ടർ ചിക്കൻ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അതിനകത്ത് ഉള്ളി അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് വേണ്ടിയ സാധനം ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് എത്രയായാലും ബട്ടർ വേണം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളകാണ്. ഇത് ടൊമാറ്റോ അരച്ചു വെച്ചേക്കുക. ഇതിനകത്ത് ചിക്കൻ എന്നാ ചെയ്തതെന്നറിയാമോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചേച്ച് ബട്ടറിനകത്ത് ഒന്ന് വറുത്തെടുക്കുക. ഇത്രയാ ചെയ്ത് വെച്ചേക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രഷായിട്ട് അത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ കറിയിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലേ പറ്റും. പിന്നെ കുറച്ച് ഗരം മസാല, ഇച്ചിരി ഉപ്പ്, കുറച്ച് ഫ്രഷ് ക്രീം, മല്ലിയില, ഇച്ചിരി പുതിന കസൂരി മേത്തി, മല്ലിയില പുതിനയില എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ പോയതാ. പക്ഷെ മല്ലിയിലയും കസൂരി മേത്തിയാണ് നമുക്ക് വേണ്ടിയത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ച് ഇതിനകത്ത് വേറെ ഒന്നുമല്ല, ആദ്യം ഇടാൻ പോകുന്ന ബട്ടറാണ്. എളുപ്പ വഴിയിലുള്ളൊരു ബട്ടർ ചിക്കനായത്. ഫസ്റ്റ് ഒരു 2 ക്യൂബ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര ചിക്കനാണ് നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ അത്രയും കണക്കാക്കി ഇട്ടോണം. ഇതിനകത്ത് ഇപ്പം ഉള്ളി വഴറ്റാനോ അങ്ങനെ ഒന്നും ഇല്ല, അന്നേരം ഒത്തിരി ബട്ടർ വേണ്ട. പക്ഷേ എന്നാലും ചിലർക്കുണ്ടല്ലോ ഇഷ്ടമാണ്, ഇച്ചിരി ബട്ടറിൻ്റെ ആ ടേസ്റ്റ് വരുന്ന ഇഷ്ടമാണ്. എന്നാൽ ഒത്തിരി അങ്ങായി പോയാലും കൊള്ളുകയില്ല. ഇതിനകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 കിലോ ചിക്കൻ മേടിക്കുവാന്നേൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഇതിനകത്ത് ഒരു ഏകദേശം ഞാൻ നല്ല രീതിയിൽ ആ ചിക്കനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വേവിച്ച് വെച്ചേക്കുക. കാര്യം എന്നാണെന്നറിയോ, ഈ ചിക്കനകത്ത് എന്നതേലും ഒന്ന് പിടിക്കണ്ടേ, അല്ലെങ്കിൽ കൊള്ളുകയല്ല ചിക്കനില്ല, അതിനകത്ത് ടേസ്റ്റ് വരികയല്ല. അപ്പം ഇച്ചിരി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇനി ഗ്രേവിക്ക് കണക്കാക്കി മാത്രം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടില്ല, 3/4 ഇട്ടിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ച് ചതയ്ക്കുന്ന ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. വെളിയിൽ നിന്ന് മേടിക്കുന്ന ആണെന്നെങ്കിൽ 3 ടീസ്പൂൺ ഇടണ്ട, 2 ടീസ്പൂൺ നിറച്ചിട്ടേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവ് കണക്കാക്കി മുളക് പൊടി. അത് കാശ്മീരി ആയാലും നമ്മുടെ സാധാ മുളക് പൊടി ആണേലും. ഇതിപ്പോൾ കാശ്മീരി ആണോ, അതുകൊണ്ട് ഒരു 4 ടീസ്പൂൺ ഇടാം. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഇല്ലേ, അതൊന്നും മാറണം. ബട്ടറിനകത്ത് കിടന്ന് മൊരിയുമ്പോൾ. ഇനിയിപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മളിനി എന്നാ റെസിപ്പി വെച്ചാലും ഉണ്ടല്ലോ, ഇച്ചിരി ബട്ടറിനകത്ത് വെക്കുവാന്നേൽ ഇച്ചിരി ടേസ്റ്റ് മുന്നേ നിൽക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാറ്റ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ എന്നെ ചീത്ത വിളിക്കാറുണ്ട്, എല്ലാം ഫാറ്റ് ഫുഡ്സാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ എന്നെ ചീത്ത വിളിക്കല്ലേ. ഇതിനകത്തോട്ട് അതായത് നമ്മുടെ ആ പൊടിയെല്ലാം ഒന്ന് ചേർത്തില്ലേ, അതങ്ങ് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ ചേർക്കാം.
പൊടി ചേർക്കുമ്പോൾ സിമ്മേ വെക്കുക, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും, ഒരു കരിച്ചോ വരും. അത് വേണ്ട. പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞേച്ച് തീ കൂട്ടിക്കോ. തീ കൂട്ടിയേച്ച് ടൊമാറ്റോ അരച്ചത് ചേർത്താൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടത്, ഈ ടൊമാറ്റോയ്ക്ക് കംപ്ലീറ്റ് വാട്ടർ കണ്ടന്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് പോയേ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരികയില്ല. ഇതിനകത്തോട്ട് ഒരിച്ചിരി ഉപ്പ്, ഗ്രേവിക്ക് മാത്രമായിട്ടുള്ള ഉപ്പാന്നു, ഇറച്ചിക്കകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഫസ്റ്റ് ടൈം ചേർത്തേക്കുന്ന ആ ബട്ടറില്ലേ, അതൊന്ന് സൈഡിൽ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരണം. അതാന്നു ഇതിൻ്റെ ഒരു പരുവേ. അല്ലാതെ നമ്മൾ ധൃതി പിടിച്ചേച്ച് പെട്ടെന്ന് കയറി അങ്ങ് ഇറച്ചിയൊന്നും ഇട്ടേക്കരുത്. അഥവാ നമ്മൾ ഇനിയിപ്പോൾ പച്ച ഇറച്ചിയാണ് ഇടുന്നതെങ്കിൽ ഇതുപോലെ വറക്കാതെ ഒക്കെ ഇടുവാന്നേൽ ഒരു കാര്യം ചെയ്തോ, ഇത് ഈ സമയത്ത് അങ്ങ് ഇട്ടു, അന്നേരം അതിൻ്റെ സ്റ്റോക്കും കൂടെ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. വറുത്തേച്ചിടുന്നതാണെന്ന് ഇച്ചിരി നല്ല ടേസ്റ്റ് ഉള്ളത്. വറക്കാതെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അതിന് കുഴപ്പമൊന്നും വരികയില്ല. പക്ഷെ നമ്മൾ എത്രയായാലും ഒരു കറി വെക്കുമ്പോൾ അതിന് രുചി വേണമല്ലോ. ഞാൻ എപ്പോഴും പറയുമല്ലോ, എണ്ണയിലായിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് വെച്ച് നമ്മൾ ഒരു കാര്യവും ചെയ്യുകയല്ല. അതിൻ്റെ ആ ഒരു കറക്റ്റ് ഔട്ട്പുട്ട് വരണം. ആ പൊടി എല്ലായിട്ട് നല്ലതായിട്ട് അങ്ങ് ചേരട്ടെ. ഇനി ഇതിനകത്തോട്ട് ശകലം ഗരം മസാല, ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ. ബട്ടർ ചിക്കൻ ഒരുപാട് സ്പൈസി അല്ല, അതുകൊണ്ട് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നോക്കിക്കൊള്ളുക. ചിലർ പച്ചമുളക് ചേർക്കും, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ തരാം. എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് നല്ലോണം അരച്ച് ഇതിനകത്ത് ചേർത്തേച്ചാൽ നല്ല പേസ്റ്റ് ആക്കണം. അതായത് നമ്മുടെ ഫ്രഷ് ക്രീം മേടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ അത്രയും ആ ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസാക്കി അത്രയും പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ നല്ലതാണ്. ഇതിനകത്തോട്ട് ഒരു ശകലം വെള്ളം, അതായത് നമ്മുടെ ആ ചേർത്തേക്കുന്ന ഗ്രേവിയും ആ എല്ലാം കൂടെ ഒന്ന് ചേരാനായിട്ടാണ്. ഈ സമയത്ത് ഇച്ചിരി ഉപ്പോ പുളിയോ എന്നാ വെച്ചാൽ ചേർക്കാം. മുളക് പൊടി ചേർക്ക് വന്നേൽ ബട്ടറിനകത്തോട്ട് ഒരു ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. അതല്ല പച്ചമുളകാണ് വേണ്ടെങ്കിലും ബട്ടറിനകത്ത് തന്നെ ഇതങ്ങോട്ട് വഴറ്റിയേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാനായിട്ട്. നമ്മൾ എണ്ണയിലൊക്കെ ചെയ്തേച്ച് ചെയ്യുമ്പോൾ രണ്ടും രണ്ട് ഇതല്ലേ, അന്നേരം അതിൻ്റെ ആ ടേസ്റ്റ് ഡിഫറൻസ് വരും. ഇപ്പം നമ്മൾ ആ ചേർത്ത ആ ഫസ്റ്റ് ചേർത്ത ആ എന്നാ പറയുക ബട്ടർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. ഫ്രഷ് ക്രീം കിട്ടിയില്ല, അണ്ടിപ്പരിപ്പ് അരയ്ക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം, അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കുറച്ച് കശകശയും കൂടെ അരയ്ക്ക് വന്നതിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷേ കശകശ നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുകയില്ല. ഇതിലൊക്കെ ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഫ്രഷ് ക്രീം മേടിച്ച് ഒഴിക്കുന്നത് തന്നെയാണ്. ഇനി ഇതിനകത്തോട്ട് കസൂരി മേത്തി ഒരുപാട് വേണ്ട, ഒരു ഇച്ചിരി ഇടുക. അതായത് ആ ചിക്കനേലും ആ ഗ്രേവിയിലും ഒന്ന് പിടിക്കാനായിട്ട്. പിന്നെ നമ്മൾ വാങ്ങിയേച്ചിടും. ഇത് നല്ലതായിട്ട് ആ ബട്ടർ ഒന്ന് തെളിഞ്ഞ് വന്ന് കഴിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം അതിന് വെയിറ്റ് ചെയ്യാനും മാത്രം സമയമൊന്നും വേണ്ട. കാര്യം എന്നാണെന്നറിയോ, നമ്മൾ ഈ ധൃതി പിടിക്കാതെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട്, അതായത് നമ്മൾ ആദ്യം ബട്ടർ ഇട്ട് പിന്നെ പൊടിയെല്ലാം ഇട്ട് അല്ല ഇഞ്ചി വെളുത്തുള്ളി അത് മൂക്കുന്നതനുസരിച്ച് പുറകെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് വരുമ്പോഴത്തേക്ക് തന്നെ അത് അതിൻ്റെ ജോലി ചെയ്തോളും. അതായത് അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറ്റി മൂത്തൊക്കെ വന്നോളും. പിന്നെ നമ്മൾ എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എണ്ണയൊന്ന് തെളിയാൻ വേണ്ടി ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, അത് ആ പൊടിയെല്ലാം വേവുകയും ചെയ്യും, അതിൻ്റെ റോ ടേസ്റ്റ് മാറുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കനകത്താണെങ്കിൽ അങ്ങനെ, പനീറിനകത്താണെങ്കിൽ അങ്ങനെ, ഏതിലാണ് അത് പിടിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം ആ മസാലാസ് എല്ലാം പിടിക്കുകയും ചെയ്യും.
ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി തീ കുറച്ച് വെച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രഷ് ക്രീം എത്രയാണോ അതിൻ്റെ സ്ട്രെയിറ്റ് ഹാഫ് ചേർക്കണം. കാര്യം ആ ക്രീമിൻ്റെ ടേസ്റ്റും ആ ടെക്സ്ചറും എല്ലാം നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് വരണം. എന്നിട്ട് ലാസ്റ്റ് വാങ്ങാൻ നേരം 5 minutes ബിഫോർ ബാക്കി ക്രീം കൂടെ ചേർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വെള്ളവും കൂടെ. ഗ്രേവിയൊക്കെ നിറയെ വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഫുൾ ക്രീം തന്നെ ചേർക്കരുത്. ഇതേപോലെ പകുതി ക്രീം ചേർത്തേച്ച് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് മതി ബാക്കിയെല്ലാം ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്രേവി ആക്കി അതിൻ്റെ ആ കറിയായേ. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി കസൂരി മേത്തിയും. ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് ഇട്ടേക്കല്ല, പതുക്കെ പതുക്കെ. ഒരു 5 minutes ആയിട്ടൊന്ന് അടച്ചിട്ടേച്ച് കുറച്ച് കഴിയുമ്പോൾ, അതായത് ആ ഗ്രേവിക്കകത്തോട്ട് ആ കസൂരി മേത്തിയും മല്ലിയിലയും എല്ലാം ഒന്ന് ചേരണം, ആ ഒരു മണം അതിനകത്തോട്ട് വരണം. ഇതെല്ലാത്തിനും വേണ്ടിയിട്ടൊരു വേവാനായിട്ടൊന്നുമില്ലല്ലോ, നമ്മളെല്ലാം മൂപ്പിച്ചെടുത്തേക്കുമല്ലേ. അത് മാത്രമല്ല ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ച് അത് വറുത്ത് വെച്ചേക്കും. അപ്പോൾ ഇതിനൊന്നും നേരം അധികം എടുക്കുകയല്ല. ഈ സമയത്ത് ഒരു 5 minute നമ്മൾ അടച്ചിട്ടേച്ചെടുക്കുമ്പോൾ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അടയ്ക്കുന്നതിന് മുന്നേ നോക്കുക. അതിന് എന്നതേലും ഒരു കുറവുണ്ടെങ്കിൽ ചേർത്തേച്ച് വേണം ഇത് അടച്ചിടാൻ. അപ്പോഴത്തേക്ക് ആ ചിക്കനകത്തും കൂടെ ആ ഫ്ലേവർ പിടിക്കുമ്പോൾ എന്തോരം ആ ഗ്രേവിയിൽ കുറയും. ഇതെല്ലാം നോക്കിയേച്ച് വേണം ചേർക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ അടപ്പ് തുറക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, നോക്കി അതിന് ആ ബട്ടർ കംപ്ലീറ്റ് മേളി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചേർത്തത്. ഇനി ഇതിനകത്ത് ഒന്നുമില്ല, ബാക്കി ക്രീമും കൂടെ ചേർക്കുക. കുറച്ച് കസൂരി മേത്തി, കുറച്ച് മല്ലിയില. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു നുള്ള്, ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് ഗരം മസാല. തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ചിക്കനും മീനും എന്നതാണേലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഇത്രയേ ഉള്ളൂ. രാവിലെ ഉണ്ടാക്കി വെച്ചേച്ച് പോകുമ്പോൾ ആണെങ്കിൽ ചീത്തയായി പോകുമെന്നുള്ളത് അറിയത്തില്ല. ഉണ്ടാക്കി വെച്ചേച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തേച്ച് വന്ന് കഴിക്കുമ്പോഴത്തേന് ചിക്കനകത്ത് എല്ലാം പിടിച്ചിരിക്കുവേ. അങ്ങനെ കഴിക്കാൻ ഏതൊരു ചിക്കൻ, അതായത് നോൺ വെജിൻ്റെ ഏത് ഐറ്റമും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിക്കനകത്ത് ഗ്രേവിയുടെ നമ്മൾ ചേർത്തേക്കുന്ന ഒന്നും പിടിക്കുകയല്ല. പിടിക്കാതിരുന്നാൽ അതിന് ടേസ്റ്റ് ഇല്ലെന്ന് പറയും. ഇതാണോ ബട്ടർ ചിക്കൻ എന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ക്രീമൊക്കെ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. ഇത്രയേ ഉള്ളൂ എളുപ്പമുള്ള ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിൻ്റെ കാര്യം ഇനി നമുക്ക് പറയാം. ഇന്നിവിടെ വരാൻ പോകുന്നത് ജയശ്രീയും ഹരിയുമാണ് വരാൻ പോകുന്നത്. ജയശ്രീ എന്ന് പറയുമ്പോൾ ജയശ്രീനെ കുഞ്ഞുനാൾ പോലെ നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യം എന്നാന്നോ, ബാലതാരമായിട്ടാണ് നമ്മളെ എല്ലാവരെയും വന്ന് പരിചയപ്പെടുന്ന. കാര്യം അന്നു മുതലേ അഭിനയിക്കാൻ തുടങ്ങി, കുഞ്ഞുനാൾ മുതലേ. ഇപ്പം അഭിനയിച്ച് വലിയ നായികയായി. ഹരി എന്ന് പറയുന്നത് ഇപ്പം എൻട്രി ആയിട്ടേ ഉള്ളൂ. ഒരു ഹീറോ ആവാനായിട്ടുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ അനുഗ്രഹിച്ച് വലിയൊരു നായകൻ ആവട്ടെ. പക്ഷെ ആദ്യം ആനീസ് കിച്ചണിൽ വന്ന് അവരവരുടെ വിശേഷമൊക്കെ പറഞ്ഞ് എന്നത് ആഗ്രഹം ഒക്കെ പറഞ്ഞതിന് ശേഷം ബാക്കി ചെയ്താൽ മതി അല്ലേ. നമ്മുടെ എല്ലാ അനുഗ്രഹത്തോടും ആശംസകളോടും കൂടി അവർ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തട്ടെ. ഒരു കാര്യം ചെയ്യാം, ബ്രേക്കിന് ശേഷം അവരെ കാണാം. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്ന ജയശ്രീയും ഹരീനെയും ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ജയശ്രീനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ എനിക്കൊന്ന്
കുഞ്ഞുനാൾ മുതലേ ജയശ്രീ കണ്ടപ്പോൾ ജയശ്രീ നമ്മുടെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്. ഇനി അതിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട. പക്ഷെ ഹരിയെ പരിചയപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ബിക്കോസ് അപ്കമിങ് ഹീറോസ് ആണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ എന്നതാ ഏതാ എങ്ങനെയാ എവിടുന്നാ എന്താന്നൊക്കെ നമുക്കൊന്നും അറിയാൻ മേല. പക്ഷെ ജയശ്രീയെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഇതെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആനീസ് കിച്ചണിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. ജയശ്രീ, ഹരി, നമസ്തേ. 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 ജയശ്രീക്ക് എന്തായാലും ഇവിടെ പ്രത്യേക ക്ഷണനം ഒന്നും വേണ്ട. ബിക്കോസ് ഈ കുഞ്ഞിനെ ഈ പറഞ്ഞ പോലെ തന്നെ ആരെയും പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ ഹരി ഓഫ്കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒന്നും വേണ്ട, നമുക്ക് അങ്ങോട്ട് ഇരുന്ന് വർത്താനം പറയാം. ഒരു നായികയും ഒരു നായകനും എൻ്റെ ആനീസ് കിച്ചണിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒക്കെ ഒരു എനർജറ്റിക് ആയിട്ടും സ്മാർട്ടായിട്ടൊക്കെ വരുന്നു. എന്നാ പറ്റി? ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അല്ലേ? ജയശ്രീ, ശരിക്കും തനിക്ക് ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. തനിക്കല്ല, നാട്ടുകാർക്കും ഉണ്ട്. താനും മാളവികയായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട്. അതെല്ലാവർക്കും, എനിക്ക് വെച്ച് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്. തനിക്ക് ഇതുവരെ കൺഫ്യൂഷൻ ഇല്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനായാലും സ്ഥിരം കാണുന്നവർ പോലും കണ്ടിട്ട് അവർക്ക് വരെ കൺഫ്യൂഷനാണ്, റിലേറ്റീവ്സിന് കൺഫ്യൂഷനാണ്. പിന്നെ കാണാത്തവരെ കാര്യം പറയണ്ടല്ലോ. റിലേറ്റീവ്സ് ആദ്യം അവസാന ദിവസം വരെ മാളവിക എന്ന് വിളിച്ചോണ്ട് ആൾക്കാർ ചോദിക്കും മറ്റേ പക്ഷേ പടത്തിലല്ലേ. എല്ലാവർക്കും സെൽഫ് ഐഡന്റിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. പേര് ജയശ്രീ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ ജയശ്രീ എന്നുള്ള പേര് എല്ലാവർക്കും. ഈ ഓട്ടോഗ്രാഫ് എല്ലാം എഴുതുമ്പോ അയ്യോ ഇതല്ലല്ലോ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ. അല്ല, ആദ്യം ചോദിക്കും സിനിമയിലൊക്കെ അതെ പേര് മാളവിക അല്ല. ഓ എന്നാ ശരി. എന്റെ കഷ്ടല്ലേ പെട്ടെന്ന് പറയുമ്പോ അല്ലെ ഒരു വിഷമമില്ലടോ. ഇതിപ്പോ കുറച്ചു കാലമായിട്ട് മാറുന്നില്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമമുണ്ട്. അല്ല വിഷമമുണ്ട്. എന്താ അറിയോ, എന്താ അറിയോ, നമ്മൾ ചോദിക്കുമ്പോ തന്നെ ജയശ്രീ പെട്ടെന്ന് ഇങ്ങനെ ആ എക്സ്പ്രഷൻസ് പറയുന്നുണ്ട്. ഭയങ്കര ആങ്ഷ്യസും ക്യൂരിയസും ആയിട്ടാണ് ചെന്ന് ചോദിക്കുന്നത്. മാളവികയല്ലേ? അപ്പം ജയശ്രീ നല്ലതെന്ന് പറഞ്ഞു ചോദിക്കും. ജയശ്രീ ഒരു ഓട്ടോഗ്രാഫ് ഇടാൻ പോലെ. ഇപ്പൊ എന്താ വെച്ചാൽ സാധാരണ ആരെങ്കിലും ജയശ്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. സിനിമയിൽ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ പേരാണ് കൺഫ്യൂഷൻ. എല്ലാവരും ജയശ്രീ എന്ന് ചോദിക്കുന്നത് വളരെ അപൂർവം. അങ്ങനെ ചോദിച്ചാൽ വളരെ സന്തോഷം. കാര്യം ചെയ്യാം, മാളവിക എന്ന പേര് മാറ്റിയാലോ? അയ്യോ വേണ്ട, ജയശ്രീ മതി. അല്ല ഫിലിമിൽ വന്നിട്ട് ഇയാൾ മാറ്റിയോ? ഇല്ല, ജയശ്രീ തന്നെയായിരുന്നു കുഞ്ഞുനാള്. ജയശ്രീ ശിവദാസ് മാറ്റിയിട്ടേ ഇല്ല. ഓക്കെ, ജയശ്രീയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വേറെ ബോത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഹരിയെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം പറയണം. എവിടെയാണ് വീട്? എന്റെ നാട് പട്ടാമ്പി അടുത്ത് മേഴത്തൂർ എന്ന സ്ഥലത്താണ്. ഇപ്പൊ എറണാകുളം സെറ്റിൽഡാണ്, വൈറ്റിലയില്. ജോലി പഠിച്ചത്? ഞാൻ നേവിയിലായിരുന്നു. നേവി ഓഫീസറാണ്. ഇരിക്കണ പോലെയല്ല. ആ പണി കളഞ്ഞേച്ചാന്നോ? സിനിമ ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യാ ചെയ്ത് ഇറങ്ങിപ്പോന്ന് ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നു. ഹരി ശരിക്കും അവിടം വരെ എത്തിപ്പെടണമെങ്കിൽ എന്നാ പാടാന്നറിയാവോ? അതിന് ബുദ്ധിമുട്ടാണ് ഇപ്പൊ സിനിമയിൽ എത്തിപ്പെടാൻ. ഇത് പഠിച്ചെത്തുമല്ലോ. പിന്നെ എത്തുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നേവി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടി ഉള്ള ഒരു ജോബാണ്. അതിനകത്ത് കയറിയാൽ നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ഫുൾ പെൻഷൻ വരെ കിട്ടുന്ന ഒരു സാധനം. പക്ഷേ ഈ അൺസർട്ടനിറ്റിക്ക് ഒരു സുഖമുണ്ട്. അപ്പൊ ഈ ഗ്യാരണ്ടി ഇല്ലായ്മക്ക് ആരും സുഖം അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര സുഖം. പിന്നെ ശരിക്കും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫിലിമിൽ ഒരു ചാൻസ് കിട്ടാനും അതിന്റെ ബാക്കിൽ പോകുന്നതും അതിൻ്റെതായ പ്രയാസങ്ങൾ ഇഷ്ടം പോലെ ഒരു ചാൻസ് കിട്ടാൻ. ഇപ്പം ഹരിയുടെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ആക്ടർ ആവാനാണോ ഒരു ഹീറോ ആവാനാണോ എന്നാ എയിം ആയിരുന്നു? ആക്ടർ ആവാനാണ് ആഗ്രഹം. ഹീറോ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, എന്താ നമുക്ക് ഗോൾ അടിച്ച പോലെയാവും അല്ലെ? ഓക്കെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു കലയുണ്ട്, നമുക്കൊരു ഇഷ്ടമാണ് കലയോട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും നല്ല ജോലി ഇരിക്കുമ്പോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവര് അറ്റ്ലീസ്റ്റ് ഒരു ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ വന്നിട്ട് പോകും. പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പട്ടിണി നടക്കേണ്ടി വരില്ല. ജോലി കളഞ്ഞല്ലേ പോകുന്നേ? അല്ല, റിട്ടയർ ആയതാണ്. അപ്പൊ അൺവില്ലിംഗ് കൊടുത്തിട്ട് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങി. അപ്പൊ പെൻഷൻ ഉണ്ട്, പട്ടിണി എടുക്കാതെ ജീവിക്കാം. ജോലിക്ക് എന്താ പറയുക, സാലറി ആയി എന്ന എയിമും. അല്ല, ഈ ഒരു പീരീഡ് റിസ്ക് എടുത്തില്ലെങ്കിൽ എപ്പോ റിസ്ക് എടുക്കും? അന്നേരം പ്രായമൊന്നും ചെയ്യാനൊക്കത്തില്ല, അതിനുള്ള തന്റെ ഇടവും കാണുകയല്ല, ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷെ അന്നേരം ആ സമയത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമോ? ഇല്ലല്ലേ? നോക്കാം. പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും വീട്ടുകാരെ ഉപദേശിക്കുന്നുണ്ട്, ഇവിടെയെങ്കിലും ഉപദേശിക്കാതെ. വീട്ടുകാരെന്നാ പറഞ്ഞു? അത്താണ്
എല്ലാ വീട്ടുകാരും പറയും ഒരു കാര്യം, എന്റെ മോനെ വേണോടാ എന്ന് ചോദിച്ചോ? ഒരു ജോലി ചെയ്തിട്ട് കൂടെ നോക്കിക്കൂടെ എന്ന് ചോദിക്കും. കറക്റ്റ്, ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഇവിടെ വന്നിട്ടും കൂടി ആ ഉപദേശം വേണ്ട, മാക്സിമം എൻകറേജ്മെന്റ് തരാം. ഈ പറഞ്ഞ പോലെ ആ ട്യൂബൊക്കെ ഇങ്ങനെ കത്തിയിട്ട് അത് മതി, ഇനി കുറ്റം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ കുറ്റം പറയുന്ന ആൾക്കാർ ആരാന്നറിയാവോ? ഇഷ്ടപ്പെടുന്നവരാവും. കറക്റ്റ്. ഇതും കേട്ടിട്ടുണ്ടല്ലോ 100 പ്രാവശ്യം. അതും ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ട് എന്നോട് പറയുക. സത്യമത്. ഇനിയിപ്പൊ എന്തായാലും പറയട്ടെ, ഇപ്പം ഒരിടത്ത് ഒരു പുഴയുണ്ട് അല്ലെ, അതല്ലേ മോള് ഫസ്റ്റ് അഭിനയിച്ച അതിന്റെ ഒരു എക്സ്പീരിയൻസ്. മൈൻഡ് അഭിനയിച്ച മാത്രോ, കുഞ്ഞുനാളും പോലെ അഭിനയിക്കുന്നതിന്റെ ഒരു ഫുൾ ഔട്ട്പുട്ട് കൊടുത്തിട്ട് അവാർഡ് വരെ മേടിച്ചു. ഞാൻ ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ യേശോട്ട് ചോദിച്ചു, യേശോട്ട് എത്രാമത്തെ പടം? എന്റെ 16ാമത്തെ പടം. അപ്പൊ ഓ ശരി, വെറുതെ പൊക്കി പറയാ. ഞാൻ ഫസ്റ്റ് ചെയ്തത് ബാലഭവനിൽ സെലക്ട് ചെയ്യുക ചെയ്ത് തന്നെ. അപ്പോൾ കലൂർ രവികുമാർ രവിയേട്ടൻ വിളിച്ചു. രവിയേട്ടൻ്റെ മകളുണ്ട് നിലാചന്ദന, അവളൊപ്പം ഞാൻ ഇത് ചെയ്തിരുന്നു, ബാലഭവനിൽ നാടകമൊക്കെ പഠിച്ചിരുന്നു. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തതാണ്. പിന്നെ കിട്ടിയാണ് പോകുന്നത്. അത് ഒരു തമിഴ് പെൺകുട്ടിയാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴൊക്കെ അതിന് വേണ്ടി പഠിച്ചു, നീന്തൽ പഠിച്ചു. അങ്ങനെ അതിന് വേണ്ടി ഒരു എല്ലാം സിനിമയ്ക്ക് വേണ്ടി പഠിച്ചു. തമിഴ് അതിന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, നീന്തലും അതിലേക്ക് ഒരു സീനിന് വേണ്ടിയിട്ട് പഠിച്ചു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഗുണമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നീന്തൽ അറിയാവുന്നതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ വിളിച്ചത് പ്ലീസ് സാറ്. അപ്പോൾ അതൊക്കെ കണക്റ്റഡ് ആയിട്ട് വന്നു. പിന്നെ അങ്ങനെ പോന്നു. നീന്തലൊക്കെ നന്നായിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. എല്ലാം പഠിക്കണ്ടേ? പിന്നെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു നേവി ഓഫീസറിന് എന്തെല്ലാം ഉണ്ട്. നേവി ആകുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങളില്ലേ, യു ഹാവ് ടു ഡു ഇറ്റ്, ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ് അല്ലേ? കുറച്ചെണ്ണം ഫോഴ്സ്ഡ് ആണ്, അല്ലാതെ നമുക്ക് വളണ്ടിയർലി ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഒരുപാട്. അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത്. അഡ്വഞ്ചറൈസ് ഞാൻ സ്കൈ ഡൈവറാണ്. ഇവിടെ മിയായും വന്നപ്പോ പറഞ്ഞു സെയിം, സ്കൈ ഡൈവിംഗ് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇതൊക്കെ അഡ്വഞ്ചറസ് ആണെന്ന് അറിഞ്ഞോണ്ടാണോ ഈ ഒരു ഇത്? അത് വളണ്ടിയർലി പേര് കൊടുത്തിട്ട് പോയി ചെയ്യണതാ, അല്ലാതെ കമ്പൽസറി ഒന്നുമല്ല. കമ്പൽസറി അല്ല. ഓക്കെ. അപ്പൊ അത് അങ്ങനെ കോഴ്സ് ഒക്കെ ചെയ്ത് ക്വാളിഫൈഡ് ആണ്. കുറച്ച് ചാട്ടൊക്കെ ചാടിയിട്ടുണ്ട്. ഭാവിയിൽ ആലോചിക്കാനല്ലേ ചെയ്യുന്നത്. കുറച്ച് ഹെലികോപ്റ്ററിനൊക്കെ ചാടി അങ്ങനെ ലാൻഡ് ചെയ്യും. അത്രേ ഉള്ളൂ. അത് തമാശ രീതിയിൽ അങ്ങ് എടുത്തേ ഉള്ളൂ അല്ലേ? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയാറുണ്ട്, ഉണ്ടായ കാര്യങ്ങളും. ഹരി, ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, ഇവിടെ മിയ വന്നപ്പോ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു ഞാനൊക്കെ ആയിരുന്നെങ്കിൽ മേളിൽ നിന്ന് ചാടേണ്ട താമസം പിന്നെ താഴെ നമ്മൾ ഓരോ ചാട്ടം ചാടുമ്പോഴേ നമ്മുടെ മാസ്റ്റർ നമുക്കൊരു മിഠായി തരും. അങ്ങനെ ഹെലികോപ്റ്ററിന് ഒരു ഫ്ലൈറ്റിൽ നിന്നാണെങ്കിലും എല്ലാവർക്കും ഒരു ട്രോഫി കൊടുക്കും. കാരണം അവസാനം ഒരു മധുരം കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. നല്ല പ്രോത്സാഹനം. അതൊരു റൂട്ടീനാണ്, ഡെയിലി കൊടുക്കും, എന്നിട്ടാണ് ചാടുക. ഞാൻ മനസ്സിനകത്തൊരു ഇതുകൊണ്ട് ചോദിക്കുന്നത്, അങ്ങനെ വരാതെ ഇരിക്കട്ടെ, സപ്പോസ് അത് തൊന്നൂന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്നാ പറയുന്നത്? സപ്പോസ് ഇങ്ങനെ അല്ല, അങ്ങനെ ആകുമ്പോൾ അതിന് കുറെ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ റിസർവ് പാരഷൂട്ട് ഉണ്ട്. അപ്പോൾ അത് ഒരു 1000 ഫീറ്റിലെത്തുമ്പോൾ സെൻസർ വന്നിട്ട് ഓട്ടോമാറ്റിക് നമ്മുടെ ഫോളിങ് സ്പീഡ് വയ്ക്കും, മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് റിസർവ് പാരഷൂട്ട് ഓപ്പൺ ആവും. അപ്പോൾ അതായത് നമുക്ക് ബോധം വേണം കൺട്രോൾ ചെയ്യാൻ. പിന്നെ പക്ഷെ ബോധം ഇല്ലെങ്കിൽ വീണിട്ട് ഇഞ്ചുറീസ് ഒക്കെ വരും, പക്ഷെ ജീവനൊക്കെ രക്ഷപ്പെടാം. എന്റെ ദൈവമേ, നാട്ടില് നടുവൊക്കെ ഒടിഞ്ഞു കിടന്നേച്ചേ ജീവൻ രക്ഷപ്പെട്ടിട്ട് എണ്ണ കാണിക്കാനാ. ചിലപ്പോ മരത്തിന്റെ മുകളിലോ തെങ്ങിന്റെ മുകളിലൊക്കെ പോയി കിടക്കും, വേതാളമൊക്കെ കിടക്കുന്ന കൂട്ട്. അയ്യോ, ഫുൾ ദുരന്തമാണല്ലോ. മാറ്റി പിടിക്കാം. കാരണം മറ്റേതാണെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അപ്പൊ എവിടെയും തങ്ങി വെക്കും. കോക്കനട്ട് ട്രീ ആകുമ്പോൾ മൊത്തത്തിൽ താഴോട്ടേക്ക് പോകും. ഓക്കെ മോളെ, അത് കഴിഞ്ഞിട്ട് മോള് എനിക്കൊന്ന് ബ്രഹ്മരം ലാൽ സാറിനോട് ചെയ്തു, ആക്ഷൻ ഹീറോ ചെയ്തു. ലാൽ സാറിനോടുള്ള എക്സ്പീരിയൻസ്? ലാൽ സാറിന് കോമ്പിനേഷൻ സീൻ ഇല്ലല്ലോ. എനിക്ക് കുട്ടിക്കാലത്തെ അമ്പിളി എന്നുള്ള ക്യാരക്ടർ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയാണ്. അപ്പം നമുക്ക് ആ ഒരു ഏരിയ ആയിരുന്നു. ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലാൽ സാറിന്റെ മൂവി ആളുടെ ചെയ്തു എന്നുള്ളൊരു സംഭവം, ബ്ലെസ്സി സാറിന്റെ മൂവി, പിന്നെ അണ്ണാരക്കണ്ണ എന്ന് പറഞ്ഞ ആ സോങ് നല്ല പാട്ടാ. പാടാറിയില്ലേ മോക്ക്? ഒട്ടും അറിയില്ല. എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഭവം. സെറ്റിൽ ഒത്തിരി പ്രാവശ്യം പാടിയിട്ടില്ലേ? വെറുതെ ഞാൻ ക്ലാസ്സിൽ ഇപ്പോഴും വെറുതെ ഇങ്ങനെ. ഞാൻ ക്ലാസ്സിലെ കാര്യം ചോദിച്ചില്ല, മൂളിപ്പാട്ട് പാടാനാ പറഞ്ഞ. മൂളിപ്പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ ബോറായിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തെളിയിക്കപ്പെട്ടൊരു സംഭവമാണ് പാട്ട്. പാട്ടോ? ചെറുപ്പത്തിലൊക്കെ ഡാൻസ് കളിക്കും. ചെറുപ്പത്തിൽ പാട്ട് പാടാൻ ശ്രമിച്ചിരുന്നു. ഇപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് ശരിയാവില്ല, ഇനി ഭാവിയിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ട് പാടാൻ പറ്റട്ടെ എന്ന്. ദൈവം അനുഗ്രഹിച്ച് മോള് 4th സ്റ്റാൻഡേർഡിലാന്ന് തോന്നുന്നു അല്ലെ അഭിനയിച്ച് തുടങ്ങിയ ഫസ്റ്റ്. അവിടുന്ന് ഇങ്ങേറ്റം നായിക വരെ എത്തി.
അപ്പൊ ഇനി ആ ഒരു നല്ലൊരു ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിച്ചൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു ട്രാവലാണ്. അതെ, തീർച്ചയായിട്ടും ഒരു ടൈം എടുത്തിട്ടാണെങ്കിലും പതുക്കെ നല്ലൊരു സ്ലോ ആൻഡ് സ്റ്റഡി. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഈ അഭിനയത്തിനിടയിലും +2 എല്ലാ സബ്ജക്റ്റിലും 100 മിടിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാത് ഭയങ്കര മിടിക്കുക, ഭയങ്കര ബുജിയാ. ബുദ്ധിയില്ല, അതൊരു പിന്നെ കോപ്പി അടിച്ചൊന്നും എഴുതിയതല്ല. അല്ല, ആ ഒരു സമയത്ത് ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. എങ്ങനെ മാനേജ് ചെയ്തു മോളെ പഠിത്തവും? അല്ല, 2 പറയാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും 2 മാസം മുമ്പ് ട്രൈ ചെയ്തു. മീൻസ് നമ്മള് +1 ചേർന്നപ്പോൾ അഡ്മിഷൻ ചേർന്നപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. മെയിനായിട്ട് പഠിച്ചത് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു 2-1.5 മാസം +1 +2 പഠിച്ചു. അതങ്ങനെ കിട്ടി. ഏതാ എടുത്തത്? ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ബികോം ഫിനാൻസ്. അത് കഴിഞ്ഞു CA ഉണ്ട് പ്ലാൻ. അതിനു മുമ്പ് CA ടൈം എടുക്കുമല്ലോ, അതിനു മുമ്പ് ഒരു പ്രൊഫഷണൽ കോഴ്സ് കയ്യിൽ വെച്ചിട്ട് റിസ്ക് എടുക്കാണ്ട് പോവാന്ന് വെച്ചിട്ട് ഇപ്പൊ CMA എന്നൊരു പ്രൊഫഷണൽ കോഴ്സ് 1 കൊല്ലത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനുവരിയിൽ എക്സാം എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. മിടുക്കി, എല്ലാ കാര്യത്തിലും മിടുക്കുക ആണ്. കാര്യം ഡാൻസിലാണ്, അഭിനയത്തിലാണ്, പഠിത്തത്തിലാണ്. ഇനി ഒരു ബേസ് എഡ്യൂക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് ചിന്തിക്കുന്ന നല്ല കാര്യം. കാര്യം ഈ ഒരു നായികയുടെ ഒരു പോക്കുന്നതിന്റെ ഇടയിൽ ഈ പറഞ്ഞാല് എനിക്കൊക്കെ നിർഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് അധികം പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ പഠിക്കണം. അത് മാക്സിമം എഡ്യൂക്കേഷൻ ആണ് നമ്മുടേതായിട്ട് മാത്രം ഒരു വെൽത്ത് എന്ന് പറയുന്നത്. അത് ആർക്കും തട്ടിക്കൊണ്ട് പോകാൻ നോക്കും. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സാധനം പൈസ ഇരുന്ന് ആരെങ്കിലും അടിച്ചുകൊണ്ടാൽ പിന്നെ അയാളുടെ ആയിരിക്കും. പക്ഷെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നു കഴിഞ്ഞു കഴിയുമ്പോ നമ്മുടെ അത് നമുക്കൊരു അസറ്റാണ്. സിനിമ മാത്രം ഡിപെൻഡ് ചെയ്യരുത്, ജോലി ചെയ്യൂ. ജോലി ചെയ്യും എന്തായാലും. എന്നാ ഉപദേശം എന്നാ ഉപദേശ തരുന്നേ? ആർക്കാ കൊടുക്കുന്നേ? ആരാ പറയുന്നത്? അല്ല, കുടുങ്ങിയവർക്കല്ലേ ബുദ്ധിമുട്ട് അറിയുള്ളൂ, ബാക്കി ഉപദേശിക്കാലോ. ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ. ഞാൻ എന്തായാലും സൈഡിൽ കൂടെ എന്തായാലും ഒരു പ്രൊഫഷൻ എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കടലിലെ ജീവിതം എന്തുവാണ് കുഞ്ഞെ ശരിക്കും? കരയിലൊക്കെ പോലെ തന്നെ കുറച്ച് ഇളക്കം ഉണ്ടാവുന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല അവർക്ക്. അല്ല, ശരിക്കും അങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിൽ പോകുമ്പോ ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി. അത് ഈ സീ ഒക്കെ റഫ് ആകുമ്പോ കൂടുതൽ കൂലിങ്ങില്ലേ, നല്ല ഇളകും, റോളിംഗ് പിച്ചിങ് എന്നൊക്കെ പറയും ഞങ്ങളുടെ ഭാഷയിൽ. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ നമ്മള് ബോഡി ആ ഇനേർഷ്യ കൊണ്ടാണ് വോമിറ്റിംഗ് വരുന്നത്. ബോഡിക്ക് ഇങ്ങനെ അനങ്ങാൻ നിൽക്കാനുള്ള ടെൻഡൻസി ആണല്ലോ. അപ്പൊ അത് ഇങ്ങനെ നമ്മളെ വില്ലിങ്ങിൽ അല്ലാതെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓവറായിട്ട് കുലുങ്ങി അങ്ങനെ വരുന്നതാ. ഓക്കെ, അല്ലാതെ അവിടുത്തെ ഒരു ഇതില്ല അങ്ങനെയൊന്നും അല്ലല്ല. മണവും അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കും, എന്നോട് ചോദിക്കാറുണ്ട്. മണമൊന്നുമല്ല, ഇത് ഈ ഇളക്കം കൊണ്ട് വരുന്ന വോമിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കരയിൽ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല, ഭക്ഷണ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പൊ കുറെ നാളുണ്ടാവും. നമ്മള് ഭക്ഷണം കഴിക്കാൻ എങ്ങനെ അറിയും? ഇപ്പൊ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ പിടിക്കണം. ചെയറൊക്കെ ഫിക്സ് ചെയ്തിട്ട് ചെയർ അത് കാണിച്ചത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ വെച്ചാൽ ഗ്ലാസ് ഒന്നും കുപ്പി ഗ്ലാസ് ഒന്നും എടുക്കില്ല, സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇരിക്കാം. ഇങ്ങനെ പിടിച്ചിരിക്കണം. കാരണം ഇത് വിട്ട് കഴിഞ്ഞാൽ പ്ലേറ്റ് ആണ് പോകും. ഷിപ്പിംഗ് ശരിയില്ലേ, പ്ലേറ്റ് സ്ലിപ്പായി പോകും. അപ്പൊ ഭക്ഷണമൊക്കെ എന്നാ കരുതിയിട്ട് പോകുന്നത്? ഭക്ഷണം നോർമൽ ഭക്ഷണം തന്നെ. അവിടെ കിച്ചണും ബാക്കി എല്ലാം കുക്കൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വീടുകളിലൊക്കെ ഇങ്ങനെ പലവ്യഞ്ജനം കരുതുന്ന പോലെ പ്രോപ്പർ മെനു, ഇപ്പൊ കരയിലുള്ള പോലെ തന്നെ മെനു ഉണ്ട്. അത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നമുക്ക് ഫുഡ് അവിടെ കോൾഡ് റൂമുകൾ, ഫ്രീസറുകളൊക്കെ ഉണ്ട്, വലിയ ഹോളും. മീനിന്റെ കാര്യം പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. മീനും മട്ടണും ചിക്കനും എല്ലാം ഒക്കെ നിറച്ച് വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ ഷിപ്പിൽ പോവാണെങ്കിൽ എത്ര കാലം എടുക്കും അവിടെ? എത്ര മന്ത് എടുക്കും? അത് ഒരു ഡിപ്ലോയ്മെന്റിന്റെ ഡ്യൂട്ടിക്ക് അനുസരിച്ചിരിക്കും. അത് ചിലപ്പോ വല്ല ഫോറിൻ അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും പോവാം. അതിപ്പോ 3 monthsനൊക്കെ പോയി വരും. മിനിമം 3 months അങ്ങനെയൊന്നുമില്ല. 10 ദിവസം പോവാ, 2 ദിവസം പോവാ, 3 ദിവസം പോവും. ഈ മർച്ചന്റ് നേവിയാണ് ഇപ്പോൾ ലോങ് സെയിലിംഗ് ഒക്കെ പോയിട്ട് എന്തെങ്കിലും കാർഗോസ് ഒക്കെ കൊടുക്കാനൊക്കെ പോകണം. നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ വാർഷിപ്സ് ഒക്കെ അല്ലേ. അപ്പോൾ അതിന്റെ ചില ഡ്യൂട്ടീസ് പല ടൈപ്പിലാണ്, ഭയങ്കര വേരിയസ് ഡ്യൂട്ടീസാണ്. അപ്പോൾ അത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ചുഴിയൊക്കെ വരും എന്ന് പറയും, അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് അതൊക്കെ കേട്ടിട്ടുണ്ട് മോനെ. അത് സൈക്ലോൺസ് ഒക്കെ ഉണ്ട്, സൈക്ലോൺസ് വരും. അപ്പോൾ സീ ഭയങ്കര റഫ് ആവും. അപ്പോഴൊക്കെയാണ് ഛർദ്ദിച്ച് ഇങ്ങനെ സ്വർഗം കാണും എല്ലാവരും. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അതായത് നോർമലി ഇപ്പോൾ വോമിറ്റിംഗ് കുറവുള്ള ആൾക്കാരുണ്ട്, ചിലർ കൂടുതലാവും, ടെൻഡൻസികൾ കുറവാകും. എനിക്കൊക്കെ ഇത് കുറവാണ്, ഭയങ്കര റഫായി മാത്രം ഛർദ്ദിക്കാറുള്ളൂ. സൈക്ലോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എല്ലാവരുടെയും അവസ്ഥ മോശമാകും. ആ സമയത്തും കുക്കിന് ഭക്ഷണം ഉണ്ടാക്കണം. അയാൾ സൈഡിൽ ബക്കറ്റ് വെച്ച് വോമിറ്റ് ചെയ്യണം, ഇവിടെ കുക്ക് ചെയ്യണം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു തരും. പക്ഷെ ഡൈനിങ് ഹോളിൽ ആരും വരില്ല ചിലപ്പോൾ കഴിക്കാനൊന്നും. കഴിക്കാൻ തോന്നണ്ടേ?
കാരണം റൂമിൽ നിന്ന് എണീറ്റിട്ടൊക്കെ അല്ലെങ്കിൽ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് എണീറ്റ് വന്ന് ഡൈനിങ് ഹോൾ വരെ എത്താൻ പറ്റില്ല. തളർന്നിട്ടല്ലേ? അപ്പോഴേക്കും വഴിയിൽ ബക്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും അപ്പൊ വെൽ പ്ലാൻഡ് അറിയാം. ബാത്റൂം വരെ പോലും എത്തില്ല, കാരണം റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തുമ്പോഴേക്കും ഛർദ്ദിക്കും. അപ്പോൾ വഴിയിലൊക്കെ ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും, ഗ്യാസ് ബാഗ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇടയ്ക്ക് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, ഇത് ശരിക്കും ഉള്ളിൽ ഹരിക്ക് തോന്നിയിട്ടാണോ ഈ ജോബിലേക്ക് കയറി? തീർച്ചയായിട്ടും എന്റെ ചോയ്സ് തന്നെയായിരുന്നു. ആണോ? എന്നുവെച്ചാൽ ഈ പ്രയാസം എല്ലാം കണ്ടേച്ചാണോ കളഞ്ഞു പോകുന്നത്? അതുകൊണ്ടൊന്നല്ല, പക്ഷെ ഒരു പീരീഡ് അത് ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും നോക്കാം. ഡിഫറെന്റ് കാര്യങ്ങൾ, വ്യത്യസ്തമുണ്ടേ. റിസ്ക് എടുക്കാൻ വളരെ, പിന്നെ ഏതായാലും കുറച്ച് ക്വാളിഫൈഡ് ആണ്. അപ്പൊ വേറെ പുറത്തിറങ്ങി ജോലി ചെയ്യാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുള്ള മാത്രമൊക്കെ കുറച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ജോലിക്ക് അല്ല, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മള് ലോജിസ്റ്റിക്സ് ആയിരുന്നു, MBA ലോജിസ്റ്റിക്സ് കഴിഞ്ഞാണ്. അപ്പോൾ MBA HR കഴിഞ്ഞാണ്. അപ്പോൾ വല്ല ജോലി വേണമെങ്കിൽ ചെയ്യാൻ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ സിനിമ വെച്ചാൽ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിനൊരു ക്രേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? അതായത് ഇപ്പം നേവിയിൽ പോയി, അത് ഓക്കെ ഞാൻ പഠിച്ചു, അത് ഓക്കെ ആയി, നെക്സ്റ്റ് ഇനി സിനിമയിലേക്ക് കയറി. അപ്പൊ ഇത് കുറച്ചൊന്ന് പഠിച്ചെല്ലാം ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ? ഇത് പോകുന്നില്ല, പക്ഷെ ഇത് പോകുന്ന തോന്നുന്നില്ല. ഇല്ല, അത്ര ഇഷ്ടമാണ് സിനിമ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് റിട്ടയർമെന്റിന് മുന്നേ ഒരു പ്രീ സെറ്റിൽമെന്റ് ടൈം തരും, ഒരു 6 മാസത്തോളം. അപ്പോൾ സാധാരണ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ബാങ്ക് കോച്ചിങ്ങിനും അവനൊക്കെ പോയിട്ട് പഠിക്കും. നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്താൽ പഠിക്കലും കോഴ്സിനൊക്കെ ചേരും. അപ്പം ഞാൻ ന്യൂ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ആക്ടിങ്ങിന് ജോയിൻ ചെയ്തു. ഞാൻ 6 മാസം അവനെ പഠിക്കാൻ പോയി. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസ് കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ അഭിനയത്തിനൊക്കെ കുഞ്ഞുനാൾ സ്കൂളിലൊക്കെ നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, ഇത് ഫസ്റ്റ് വീട്ടിൽ പറഞ്ഞോ അച്ഛൻ? എൻ്റെ അച്ഛൻ ഭയങ്കര സിനിമാ പ്രേമിയാണ്. അച്ഛൻ നാടകം എഴുതലും ഡയറക്റ്റ് ചെയ്യില്ല. അച്ഛൻ ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ അവിടുത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡും അങ്ങനെയൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്, ഡ്രാമയ്ക്കൊക്കെ. പിന്നെ അച്ഛൻ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, ചെറിയ റോളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എത്തണമെന്ന്. അച്ഛൻ എന്തൊക്കെ ചില കുറച്ച് ആരോഗ്യത്തിന്റെ പരമായ പ്രശ്നങ്ങളെ കാരണം എത്താൻ പറ്റിയില്ല. നോക്കട്ടെ, ഞാൻ എത്തുന്നു. ഓ, അങ്ങനെ. ഓക്കെ, അപ്പൊ അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥന എത്രയായാലും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ സിനിമയിലേക്ക് പോവാൻ അച്ഛൻ ഫുൾ സപ്പോർട്ട് ആയിരിക്കും ചെയ്തത്. ഫുൾ സപ്പോർട്ടാണ്. പിന്നെ അമ്മ അവൾക്ക് പറഞ്ഞു? അമ്മയും സപ്പോർട്ടൊക്കെ തന്നെയാണ്. എന്റെ കല്യാണം കഴിഞ്ഞാണ്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, പറയില്ല. അപ്പൊ ഭാര്യയുടെ കയ്യിൽ നിന്നായിരിക്കും ചീത്ത കേട്ടത്. ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ആരെ ചീത്ത? അങ്ങനെ പറയാനാ പറഞ്ഞത്. അങ്ങനെ നേരത്തെ കൂട്ടി ഒരു ലെറ്റർ കിട്ടി. അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. ഹരി ബാച്ചിലർ ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ ആ വഴക്ക് അവിടെ നിർത്തി. ഇനി അടുത്തത് ഞാൻ അറിഞ്ഞില്ല ഞാൻ, അല്ലെങ്കിൽ എന്റെ വഴക്കൊരു ഇച്ചിരി കൂടെ നീണ്ടേനെ. ഒരു ലെവലിൽ കടന്നേനെ അല്ലേ? ഉറപ്പ്. ഒരു ലെവലോട് കൂട്ടണം. ഒരു ലെവലും കൂടെ കൂട്ടും. ലെവലോട് പറയട്ടെ, ഒരു മോനും കൂടി ഉണ്ട്. ക്യാമറ എല്ലാം ഓഫ് ചെയ്തിട്ട് എന്റെ വക ഞാൻ ചീത്ത കളിക്കും, ഉറപ്പ്. പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ബീങ് ആൻ ആക്ട്രസ്, ഞാൻ എന്നും കലയെ സപ്പോർട്ട് ചെയ്യും. ഈ പറഞ്ഞ ഒരു കലാഹൃദയം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കലയെ സ്നേഹിക്കുക. ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഒരു എയിമാണ് അവിടെ എത്തണം എന്നുള്ളത്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഹരി. അതിൽ കൂടുതൽ എനിക്ക് എന്നോട് നന്ദിയേട് പറയാൻ പാടില്ല. ഇന്നും നമ്മൾ ഉണ്ണുന്ന ആ ഒരു അന്നല്ലേ, അപ്പൊ അതെ, ഞാൻ ശ്രമിച്ചില്ല പിന്നെ എനിക്ക് തോന്നാൻ പാടില്ലല്ലോ, റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഓക്കെ, നല്ല കാര്യം മോനെ. ഈ പറഞ്ഞ പോലെ ഒരു വാശി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ വരെ എത്താവുന്നതേ ഉള്ളൂ. നോ പ്രോബ്ലം പറ്റാതെ. ഇയാള് വീട്ടിൽ അടുക്കളയിലൊക്കെ കയറും ചോദിച്ചാ സത്യസന്ധമായി കാരണം മടിയുണ്ട്. കേറും. അപ്പൊ എല്ലാ രുചിയൊക്കെ അറിയാം. എന്നാ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ രുചി ഇത്രയും മിടുക്കിയല്ലേ? പരീക്ഷണം ഒന്നല്ല കേട്ടോ, സന്തോഷം കൊണ്ട് തരുന്നതേ ഉള്ളൂ, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ മോളെ. ഇവിടുത്തെ പരീക്ഷണം ഒന്നല്ലല്ലോ, ഇവിടുത്തെ അടിപൊളി ഇതല്ലേ, പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇവിടുത്തെ എല്ലാം അടിപൊളിയല്ലേ. അല്ല, എന്നാലും ദിവസം ഓരോ പരീക്ഷണ. ഇന്നുണ്ടാക്കുന്നല്ലോ നാളെ. എന്നാലും ഇല്ല മോളെ, കൊച്ചൊരു ഗ്യാരണ്ടി എടുക്കുക, ഇത് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ എന്ന് സ്വയം ആശ്വസിക്കുക കൊച്ച്. എന്താ കറിയുടെ പേര്? ഇത് ബട്ടർ ചിക്കൻ എളുപ്പ വഴിയിൽ ചെയ്തതാണ്. എന്താ പറയുക, കുറെ കോളേജ് സ്റ്റുഡൻസ് വിളിച്ചു പറഞ്ഞേ അവർക്ക് വേണം, ഇങ്ങനെ ഉള്ളി ഒന്നും അരിയാൻ സമയമില്ല. അവരിങ്ങനെ ഒരു ഹോസ്റ്റൽ പോലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഒരു ബ്രെഡ് എല്ലാം കഴിച്ച് മടുത്തു. ചേച്ചി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഈസി വേയിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം, കുറച്ച്, അല്ലാതെ കൂടുതലൊന്നുമില്ല. ഹരിയുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു നേവിയിലൊക്കെ ആകുമ്പോൾ? എന്താ മോളെ? അയ്യോ, പരാതി പറഞ്ഞ സ്വഭാവമാണ്. എന്തും കഴിക്കും,
നേവിയിലായാലും പ്രശ്നമൊന്നുമില്ല. നോർത്ത് ഇന്ത്യൻ എന്നും കഴിക്കും. കഴിച്ചിട്ടുള്ളതിന്റെ ലിസ്റ്റ് കൊടുക്കും. അങ്ങനെയൊന്നുമില്ല. പൊതുവെ കുറച്ച് അതും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താന്ന് പറയൂ, കുറെ നേരമായി സസ്പെൻസ് ഇടുന്നു. അത് ഒരുവിധപ്പെട്ട മൃഗങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. മൃഗങ്ങൾ ആടായിരിക്കും, അല്ലെങ്കിൽ ബീഫ് ആയിരിക്കും, അല്ലെങ്കിൽ മട്ടൺ, ചിക്കൻ, കങ്കാരു, മുതല, പൂച്ച. അത് അറിയാതെ കഴിച്ചു പോയത് ആക്ച്വലി. അത് ആക്ച്വലി ഞങ്ങളൊരു ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഫ്ലീറ്റ് റിവ്യൂല്. അപ്പോൾ അത് ഒരു ഇന്തോനേഷ്യൻ കൗണ്ടറിൽ പോയിട്ട് ഫുഡ് ചോദിച്ചപ്പോൾ അവര് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ വാട്ട് ഈസ് എന്ന് ചോദിച്ചപ്പോൾ മേ മേ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോട്ട് മേ മേ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് കഴിച്ചു. പിന്നെ മനസ്സിലായത് മ്യാവ് മ്യാവ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പൂച്ച കഴിച്ചു. എങ്ങനെയുണ്ട്? ഒരു പുളിയൊക്കെ ഉണ്ടായിരുന്നു. പുളിയാ? എന്തോ ഒരു കറിയുടെ ഈ ഒരു കളറൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം. അതിനപ്പുറത്തേക്കൊന്നും. ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി, പൂച്ചയുടെ ഫ്ലഷ് ഒക്കെ എങ്ങനെയാവും? അതൊരു മട്ടൻ്റെ ഒക്കെ പോലെ തന്നെ, നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചെറിയൊരു കഷ്ണമായിരുന്നു. ഇത് കളറൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ തോന്നുന്നു. നല്ല മുളക് പൊടിയിട്ടുണ്ടാവുമായിരിക്കും. ഉണ്ടാവും ചിലപ്പോൾ. മുതലയുടെ ഒക്കെ ഭയങ്കര കട്ടി ഉണ്ടായിരുന്നു. റബ്ബറിയാന്ന് പറയും മുതലയുടെ. ഭയങ്കര റബ്ബറി ടൈപ്പാണ്. ചവച്ചാലും മുതലെത്തുന്നത്. പിന്നെ അതൊരു ഓസ്ട്രേലിയൻ അവരുടെ കൗണ്ടറിലുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് വാങ്ങി. അതാണെങ്കിൽ കുറച്ച് കുരുമുളകും ഉപ്പ് പകുതി പൊടിയിട്ടേ തരുള്ളൂ. എബ്രോഡ് എല്ലാം അങ്ങനെ ഹാഫ് കുക്ക്ഡ് ആണ്. അത് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ റബ്ബറിയാണ് മുതലയുടെ. ഇതും കൂടി ഹാഫ് കുക്കും കൂടി ആകുമ്പോ പിന്നെ അത് തിന്നു പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് ഫുള്ള് തിന്നു. ഇപ്പൊ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല മുഴുവൻ കഴിച്ചാ? ചാലഞ്ചല്ല, നമുക്ക് സെൽഫ് ഒരു ഇതിന് വേണ്ടിട്ട്. എന്ത് സെൽഫ്? ഒരു പക്ക വെജായിരുന്നു ഞാൻ. ഇത്രയില് കഴിച്ചില്ല. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അല്ല, ഇറ്റ്സ് ടു മച്ച് അല്ലേ എന്റെ മേ. മുതലയൊക്കെ പക്ഷെ എങ്ങനെ കങ്കാരു എന്നിട്ട് കഴിക്കാൻ തോന്നിയത്? കഷ്ടല്ല, അതിനെ കാണുമ്പോഴേ നമുക്ക് സ്നേഹം തോന്നല്ലേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടില്ലല്ലോ കങ്കാരുവിനെ. ഈ മരിച്ച കങ്കാരുവിനെ ഒട്ടും കണ്ടില്ല. അപ്പൊ പിന്നെ കഴിക്കാലോ. പിന്നെ മരിച്ച കോഴീനെയും കണ്ടിട്ടില്ല, മക്കള് കഴിച്ചോളൂ. കങ്കാരുവിനെ വെച്ചിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യരുത്. ഞാൻ അന്നേരം കുഞ്ഞടുക്കള ചെയ്ത ഒരു കുഞ്ഞു സാധനം. മുതലയുടെ അത്രയും വന്നോ പൂച്ചയുടെ അത്രയും വന്നോ? ഒരു മുതലയും പൂച്ച സർവ്വ ജീവജാലങ്ങളും കോഴിയുടെ മുന്നിൽ തോറ്റുപോയി. ഗ്രേവി എന്താ പറയാ കിടുവായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉള്ളിയും ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കി മക്കളെ. അപ്പൊ പിന്നെ വലിയ ടെൻഷൻ വന്നില്ല. ഞാൻ പറയാൻ പറ്റുന്നില്ല, ഇത് കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. ഓവറാക്കിയതല്ലേ? എന്താ പറയാ കിടുവായിട്ടുണ്ട്. കിടു എന്നൊക്കെ ജസ്റ്റ് പഠിച്ചു കിട്ടോ ഇപ്പത്തെ ഭാഷയൊക്കെ? അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ എറണാകുളത്ത് പഠിക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി ഒക്കെ. അല്ലെങ്കിൽ പക്ക എന്തൊട്ട് പറഞ്ഞു ഈ കറി കഴിച്ചോണ്ടേ എന്തിട്ട് ഇഷ്ടം പറയാൻ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു 4 മാസമായിട്ട് എറണാകുളത്ത് ആയതുകൊണ്ട് മിക്സപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചില വാക്കൊക്കെ ഞാൻ അറിയാണ്ട് തന്നെ പൊളിയുണ്ട് എന്നൊക്കെ, പൊളിഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിയാണ്ട് തന്നെ വന്നു തുടങ്ങി. ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ കുക്കിങ്ങിന്റെ? ഞാനോ? പിന്നെ എന്റെ അടുക്കളയിൽ ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റിയാണ് എന്റെ അടുക്കള. എന്തൊക്കെയാ പറയാറ്? അദ്ദേഹം ആയിരുന്നല്ലോ എന്റെ ഈ പറഞ്ഞ എല്ലാ റിസൾട്ട് പരീക്ഷ ചെയ്ത് റിസൾട്ട് കൊടുക്കുന്ന അവിടെയാ. അദ്ദേഹം വേണം മാർക്കിട്ട് ജയിപ്പിക്കാൻ, അല്ലാതെ എനിക്ക് വേറെ എനിക്കത് മനസ്സിലാവാത്ത ഉറപ്പല്ലേ? അപ്പൊ എന്റെ പ്രേഷർ ഡെഫിനറ്റ്ലി ഉണ്ടാകും. സീരിയസ്ലി ആ കുഞ്ഞുങ്ങളെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞങ്ങളുടെ പടം കാണണല്ലേ? കാണണം. പിന്നെ കണ്ടിട്ട് ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കി? അത്യാവശ്യം എല്ലാം പുള്ളിയൊന്നുമില്ല, പുള്ളിയൊന്നും അറിയാൻ വയ്യ, സമയമില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എത്രയും ഒരു കുഞ്ഞു കറിയെന്നേ പറഞ്ഞോളൂ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നും അറിയില്ല കുട്ടികൾക്ക്. അപ്പൊ പുള്ളി അവർക്ക് അറിയാൻ സമയമില്ല. അപ്പൊ പിന്നെ ഞാനിരുന്ന് മെനക്കെട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഉള്ളി പാടില്ല ചേച്ചി, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചതയ്ക്കാൻ സമയമില്ല. അപ്പൊ എല്ലാത്തിനും കൂടെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. പക്ഷെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എന്റെ വീക്ക്നെസ് ആണ് ചിക്കനാണ്. ഇന്ന് കറക്റ്റ് ചിക്കൻ ഉണ്ടാക്കിയത് എന്റെ ഡേ ആണ് തോന്നുന്നത്. പക്ഷെ ഇനി ഫ്യൂച്ചറിലും ഹരിയുടെ ഡേയ്സ് വരട്ടെ. താങ്ക് യു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അതിന്റെ പേര് 1948 കാലം പറഞ്ഞത്. ഒരു പീരീഡ് മൂവിയാണ്. 1948 കണ്ണൂരിലെ തില്ലങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ജന്മി വാഴ്ചക്കെതിരെ ഉണ്ടായ റിയൽ സമരം. റിയൽ സ്റ്റോറിയാണ്, എല്ലാ ക്യാരക്ടേഴ്സും റിയലാണ്. അതിനെ വളരെ എന്താ രസകരമായ അവിടുത്തെ ആളെന്നെ എഴുതിയിട്ടുള്ളത് ആ നാട്ടുകാരൻ. അവരെ ഓരോരുത്തരെയും ആൾക്കാരുടെയൊക്കെ റിസർച്ച് നടത്തി അവരുടെ വേദനകളും പേഴ്സണലായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ
രാജീവ് നെടുവനാട് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സുരേന്ദ്രൻ കല്ലൂരാണ് എൻ്റെ സ്ക്രിപ്റ്റ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തൊരു പടം. കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ബാലചേട്ടനുണ്ട്, സായി ചേട്ടൻ. ലവ് സ്റ്റോറിയാ? ഞങ്ങളുടെ ട്രാക്ക് ലവിന്റെ അതിലുണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിലായിട്ട് സമരങ്ങളും പ്രശ്നങ്ങളും ജന്മവാഴ്ചയും 1942 ലവ് സ്റ്റോറി എന്ന് പറയുന്ന പോലെയാണ്. 1942 ലവ് സ്റ്റോറിയേക്കാളും ലവ് ഉണ്ട്. അത് എവർഗ്രീൻ ഹിറ്റ് ആണ്. അതൊരു 6 കൊല്ലം ശേഷം 1948 ആയിരുന്നു. അതേപോലെയൊക്കെ ആണോ? അല്ല, അതുപോലെ ഒന്നല്ല, അതിനേക്കാളൊക്കെ ഭയങ്കര രസമാണ്. ഓ, ഒരു സസ്പെൻസ് ഇട്ട് അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഓക്കെ, എന്തായാലും ഞങ്ങൾ കാണും. ഹരിയുടെ നെക്സ്റ്റ് പ്രോജക്ട്? നെക്സ്റ്റ് ഞാൻ ശരത്ചന്ദ്രൻ വയനാടിന്റെ മയിൽ എന്ന് പറഞ്ഞ മൂവിയിൽ 2 ഹീറോസ് ഒന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷൂട്ട് കഴിഞ്ഞു, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ടൈറ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ജയശ്രീയെ സംബന്ധിച്ച് എല്ലാം ടൈറ്റ് ആയിരിക്കും. കാര്യം പിന്നെ ഇരുന്ന് ടൈറ്റ് ആയിട്ട് പഠിച്ചല്ലേ പറ്റുള്ളൂ. ഓർക്കൊഴിഞ്ഞ് അപ്പൊ ഈ സൗന്ദര്യം നിലനിർത്താനാണ് ചെയ്യും. അത് അപ്പൊ ഒന്നും ശ്രദ്ധിക്കില്ല. ഞാൻ ഒട്ടും ഫ്രണ്ട്സ് ഒക്കെ പറയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോ റെഡി. ഇത്ര സുന്ദരിയായ കൊച്ചിനോട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ്? ചെയ്യുന്നില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്യാതെ അതെ. ഇനി എന്താ പറയാ, ഫ്രണ്ട്സ് ഇപ്പം ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഹോസ്റ്റൽ ഇവിടെ PG-യിലാണ് എറണാകുളത്ത് പഠിക്കാനായിട്ട്. അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയും. ഡാൻസ് എപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ? ആ, ഡാൻസ് ഞാൻ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ക്ലാസ്സിന് പോകാൻ പറ്റാറില്ല. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഫുൾ ഫിനിഷ്ഡ് ആണോ കോഴ്സ്? അങ്ങനെ കോഴ്സായിട്ടൊന്നും തീരത്തില്ല, അങ്ങനെയില്ല. കൂടുതൽ ഫേവറേറ്റ് മോഹിനിയാട്ടാണ്. അതാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, ഐറ്റം പഠിച്ചിട്ടുള്ളത്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ പോകാറുണ്ട്. കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ട്, യൂത്ത് ഫെസ്റ്റിവൽ ഇതൊക്കെ. സ്റ്റേറ്റിൽ നാടകം ചെയ്തിട്ടുണ്ട്, തിരുവാതിരക്കളിയും സ്റ്റേറ്റിൽ. അതാണ് 2+1 +2 ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ പ്രാക്ടീസ് നടക്കും. ഡെയിലി പ്രാക്ടീസ് കുറവാണ്. ഇല്ല നിർത്തരുത്. ഇല്ല, നിർത്തില്ല. എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഡാൻസ്, പാട്ട് ഇതൊന്നും ഫുൾ കോഴ്സ് പഠിച്ചതായിട്ട് ആരും ഇതുവരെ കംപ്ലീറ്റ് ആവില്ല. ഈവൻ അഡ്വക്കേറ്റ്സിനായാലും ഡോക്ടേഴ്സിനായാലും പഠിച്ചാലും അപ്ഡേറ്റ്സ് ആയിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോ പഠിക്കുന്നതായാലും CMA ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ജോലിക്ക് കയറിയാലും മാറുന്നതിനനുസരിച്ചിട്ട് ലോസ് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കില്ല. അതിനനുസരിച്ച് പഠിക്കണം, കണ്ടിന്യൂ ചെയ്യണം. ഹരിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മാക്സിമം പഠിച്ച് നിർത്തി. പഠിക്കാൻ മടികാരനാണ് നേവിയിൽ അന്ന് കയറിയത്. +2 കഴിഞ്ഞപ്പോൾ ഇനി പഠിക്കണ്ടെന്ന് തോന്നിയപ്പോൾ വേഗം ടെസ്റ്റ് എഴുതി, അപ്പോൾ കിട്ടും ചെയ്തു. ആ പഠിക്കുന്ന ഫ്ലോയിലായിരുന്നു. എന്നിട്ട് കഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി അയ്യോ എനിക്ക് ഞാൻ പഠിക്കാൻ പറ്റാതെ. ഇഷ്ടം അത് ആർമി നേവിനായിരുന്നു ഇഷ്ടം 3ലും. അപ്പോൾ അത് അങ്ങനെ നേവി ചൂസ് ചെയ്തത്. വീട്ടിൽ വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ നേവി? എൻ്റെ അച്ഛൻ്റെ ഒരു അനിയൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്താൽ പോയതും കിട്ടിയതൊന്നും പുള്ളിക്ക് അറിയണ്ടായിരുന്നില്ല. പുള്ളി അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ കിട്ടിയപ്പോഴാണ് പുള്ളി അറിഞ്ഞത്. പിന്നെ പുള്ളി ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, പുള്ളിയെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു നേവിനെ. പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്താൽ പോയപ്പോൾ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളി നേവിയിൽ നിന്ന് വിട്ടിട്ട് പുള്ളി അബ്രോഡായിരുന്നു. പിന്നെ പുള്ളി മരിച്ചു ആക്ച്വലി. അപ്പോൾ അത് കാരണം ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ അതും അങ്ങനെ. അപ്പോൾ അത് കാരണം എനിക്ക് പുള്ളിയോട് പറയാനും പറ്റിയില്ല, ഒന്നും പറയാൻ പറ്റിയില്ല, ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ചെറിയച്ഛനായിരുന്നു, പക്ഷെ എനിക്ക് ഷെയർ ചെയ്യാനും പറ്റിയില്ല. എനിവേ താങ്ക് യു, 2 പേർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. നല്ല സമയമേ ഉള്ളൂ, ഹരി ഫുൾ സ്വിംഗ് ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാ ചെയ്യുന്നത്, സമയം പോകുന്നു. ഒരു ഹീറോ ആയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് മോളെ. നല്ലൊരു നായകനായിട്ട് ഇനി നെക്സ്റ്റ് ഇവിടെ വരണം. ഒരു ഹീറോ ആയിട്ടായിരിക്കും ഞാൻ ഇവിടെ വിളിക്കുന്നത്. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. ഈ പറഞ്ഞ പോലെ പരീക്ഷ ഉഴപ്പരുത്, നല്ലൊരു എഡ്യൂക്കേഷൻ കയ്യിലെടുക്കുക. അതിന് എല്ലാ സപ്പോർട്ടും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നല്ലൊരു ടൈം ആയിരുന്നു, എന്നറിയാം. സമയം പോയത് അറിഞ്ഞില്ല. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്ക് ഭക്ഷണം നിർത്താൻ തോന്നുന്നില്ല. എന്നാ ഞങ്ങൾക്കേ സമയം പോകുന്നു, എടുത്തോണ്ട് പോകുന്നത്. അങ്ങനെയല്ല, എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ വിശേഷം നമ്മൾ ഒരുപാട് കേട്ടു. ഇനി നമ്മുടെ എന്താ പറയുക, ഇവരുടെ ആഗ്രഹം അവർ പറഞ്ഞു കഴിഞ്ഞു. ജയശ്രീയുടെ ആഗ്രഹം നമുക്കറിയാം, ഇപ്പം നായികയായി. ഇനി നല്ലൊരു ഫ്യൂച്ചർ ജയശ്രീക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. ഹരി ഇനി നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിനും ഈശ്വരൻ എന്താ പറയുക, സകല അനുഗ്രഹങ്ങളും നമ്മൾ പ്രേക്ഷകരുടെ സകല എൻകറേജ്മെൻറ്റ്സും ഹരിക്ക് നമുക്ക് കൊടുക്കാം. ഇവർക്കൊരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ രുചിയും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. Costume courtesy for Annie, Jovito Designer Studio, Trivandrum.